നമസ്കാരം. രാഹുൽ സദാശിവൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തുക. അത് കാണേണ്ട സിനിമയാണ്. ആ സിനിമ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ സിനിമ കണ്ടാൽ പേടിയോടെ നമ്മൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടും. ഇതിനു മുമ്പ് 3 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മമ്മൂട്ടിക്ക് 4മതൊരു പുരസ്കാരം കൂടി കിട്ടുമെന്ന കാര്യത്തിൽ ഈ സിനിമ കാണുന്ന ആർക്കും സംശയമുണ്ടാവില്ല. അത്രയ്ക്കും അസാധാരണമായ കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി. നമ്മുടെ രാജ്യത്ത് നിരവധി അഭിനേതാക്കളുണ്ടെങ്കിലും ഇത്ര തന്മയത്വത്തോടെ ഒരു ഭാവം അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കൊടുമൺ പോറ്റിയിലേക്ക് മമ്മൂട്ടി സന്നിവേശം ചെയ്ത ആ സിനിമാ കാഴ്ച. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി കേവലം ഒരു വില്ലൻ കഥാപാത്രം മാത്രമായിരുന്നില്ല. അധികാര ഗർവ്, ധാർഷ്ട്യം, ജാതിവെറി ഇവയൊക്കെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു അസാധാരണമായ കഥാപാത്രമായിരുന്നു. പ്രേത സിനിമകളിലെ പോലെ കൊമ്പുവെച്ചോ ദംഷ്ട്ര വെച്ചോ അല്ല മമ്മൂട്ടി എന്ന മഹാനടൻ ഈ സിനിമയിൽ പ്രേക്ഷകരെ ഭയപ്പെടുത്തിയത്. നോട്ടത്തിലൂടെ, സംഭാഷണ ശൈലിയിലൂടെ, മുഖത്തെ ഭാവത്തിലൂടെ, ശരീരത്തെ ചലനങ്ങളിലൂടെയൊക്കെ മമ്മൂട്ടി ശരിക്കും കൊടുമൺ പോറ്റിയായി മാറി. ഈ സിനിമയിൽ കൊടുമൺ പോറ്റിയുടെ നോട്ടവും ചിരിയും മറ്റു മാനറിസങ്ങളും അത് കാണുന്നവരെ വല്ലാതെ ഭയപ്പെടുത്തി. മുഖത്തെ ചുളിവുകൾ, വിയർപ്പ് കണങ്ങൾ, പല്ലിലെ കറ, പരുക്കൻ ശബ്ദം, പകിടകളി സമയത്ത് അട്ടഹാസം, സഹായിയായ കഥാപാത്രത്തിന് നിസ്സഹായത, ഇവയെല്ലാം ഭയം ഉത്തേജിപ്പിക്കുന്നതായിരുന്നു. കരിങ്കോഴിയുടെ ഇറച്ചി കൊടുമൺ പോറ്റി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീനിൽ ഈ ഇറച്ചി കഷ്ണം പല്ലിനിടയിൽ കുടുങ്ങുമ്പോൾ അത് നാക്കുകൊണ്ട് മാറ്റി ചവയ്ക്കുന്ന ആ സീൻ പോലും ഇങ്ങനെ ഭയം സൃഷ്ടിച്ചു. അതാണ് മമ്മൂട്ടി. താനൊരു നായക നടനായതുകൊണ്ട് തന്നെ ആ ഇമേജിന്റെ തടവറയിൽ കഴിയണം എന്നൊരു ശാഠ്യവും മമ്മൂട്ടിക്കില്ല. മനുഷ്യരിലെ വിവിധ ഭാവങ്ങളിലേക്ക് സന്നിവേശിക്കാൻ മമ്മൂട്ടിക്ക് വല്ലാത്തൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടി കറുത്ത കഥാപാത്രങ്ങളെ, നെഗറ്റീവ് കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് അതിൽ അഭിരമിക്കുന്നത്. വിധേയനിലെ ഭാസ്കര പട്ടേൽ അത്തരമൊരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു. അധികാര ഗർവിൻ്റെ പ്രകടനമായിരുന്നു ഭാസ്കര പട്ടേൽ എന്ന ആ കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി ദേശീയ പുരസ്കാരത്തിലേക്ക് നടന്നുപോയത്. പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജി കാമാന്ധതയുടെ പ്രതീകമായി മമ്മൂട്ടിയിലൂടെ നിഴലിച്ചു. നായക ഇമേജിനപ്പുറത്തേക്ക് നെഗറ്റീവ് ഇമേജിലൂടെ അഭിനയിച്ചാരിത് പൂർണ്ണമാക്കുന്ന മമ്മൂട്ടിയുടെ മികവ് മറ്റാർക്കുമില്ല എന്ന് തെളിയിക്കുന്നതാണ് അവസാനം ലഭിച്ച ഈ പുരസ്കാരം. ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ ഭാഷകളിൽ എത്രയോ സിനിമകൾ ഇറങ്ങുന്നു. എന്നിട്ടും ഈ കൊച്ചു കേരളത്തിൽ ജനിച്ച് ഈ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയ മമ്മൂട്ടിക്ക് അമിതാഭ് ബച്ചനൊപ്പം ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും അധികം ദേശീയ പുരസ്കാരം കിട്ടിയ നടനാവാൻ കഴിയുന്നു. അമിതാഭ് ബച്ചനും മമ്മൂട്ടിക്കും മാത്രമാണ് ഇതിനു മുൻപ് 4 ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. മോഹൻലാലിന് 2 മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് മറക്കരുത്. ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ അഭിനയ കുലപതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമൽഹാസന് പോലും 3 ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത്. അങ്ങനെ മലയാളത്തിന് മഹാഭാഗ്യമായ മമ്മൂട്ടി 4ാം തവണയും ദേശീയ പുരസ്കാരം നേടി രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തുമ്പോൾ അതിൽ കുറ്റം പറയാൻ ചിലരുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ്. ഇവനൊക്കെ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ കൊടിയ വർഗീയ വിഷയമെന്ന് വിശേഷിപ്പിക്കാവുന്ന മീഡിയ വണിലെ അടുപ്പൂട്ടി ചർച്ചക്കാർ മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത് രാഷ്ട്രീയമായി മോദിയോട് അടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് എന്ന് പ്രഖ്യാപിച്ചത് കേട്ട് ഞെട്ടിപ്പോയി. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചപ്പോൾ മമ്മൂട്ടി മകൻ ദുൽഖറും മോദിയെ പോയി കണ്ടിരുന്നു. അതിൻ്റെ കലിപ്പാണ് ഈ അടുപ്പൂട്ടി ചർച്ചയിലെ വർഗീയ വിഷവിത്തുകൾ വിളമ്പിയത്. അയാൾ പറയുന്നത് മമ്മൂട്ടി മോദിയെ പോയി കണ്ട് പ്രീതിപ്പെടുത്തിയത് കൊണ്ട്, RSSനോടും BJPയോടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പുരസ്കാരം ലഭിച്ചതെന്നാണ്. ഇങ്ങനെ നിലവിളിക്കാൻ കാരണമുണ്ട്. മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിക്ക് ഒരിക്കലും ദേശീയ പുരസ്കാരം ലഭിക്കില്ല എന്ന് ഇവർ പലതവണ വിലപിച്ചിട്ടുണ്ട്. ആ വിലാപം ചീറ്റിപ്പോയപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തിയറിയുമായി വന്നത്. സംസ്ഥാന പുരസ്കാരം കഴിഞ്ഞ തവണ മമ്മൂട്ടി കിട്ടിയപ്പോൾ ഇതേ വിലാപം ഇക്കൂട്ടർ നടത്തിയിരുന്നു. മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് അത്ര ദേശീയ പുരസ്കാരം ലഭിക്കാത്തതെന്ന്. ഓർക്കണം, മോഹൻലാലിന് 2 പുരസ്കാരങ്ങൾ കിട്ടിയപ്പോൾ മമ്മൂട്ടി 3 പുരസ്കാരങ്ങൾ ഇതിനു മുമ്പ് നേടിയിട്ടുണ്ട്. എന്നിട്ടും മമ്മൂട്ടി അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് മതം കുത്തിക്കയറ്റിയ ഈ വർഗീയ വിഷവിത്തുക്കളോടെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ, ഭ്രമയുഗത്തിന് പുരസ്കാരം ഉറപ്പായും ലഭിക്കുമെന്ന്. സംസ്ഥാന സർക്കാർ മമ്മൂട്ടിക്ക് മികച്ച നടന് പുരസ്കാരം കൊടുത്തപ്പോഴായിരുന്നു അന്ന് വിലാപം ഉയർന്നത്. ജൂറി ചെയർമാനായിരുന്ന പ്രകാശ് രാജിനെ പോലുള്ളവർ മമ്മൂട്ടിയെ അവർ അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാസ്തവത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും അധിക്ഷേപിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ പുരസ്കാരം മോഹൻലാലിന് കിട്ടുന്നത് കഴിവുകൊണ്ടല്ല, നേരെ മറിച്ച് മോഹൻലാലിന് BJP ബന്ധമുള്ളത് കൊണ്ടാണ്
മമ്മൂട്ടിക്ക് അത് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പച്ചക്കള്ളം വിളമ്പിക്കൊണ്ടായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഏതാണ്ട് 8-9 മാസം മുമ്പ് സംസ്ഥാന സർക്കാർ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കുക. 2024 മികച്ച നടൻ എന്ന പരിഗണനയ്ക്ക് മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ പോലും പരിഗണിക്കേണ്ടത് അത്രമാത്രം മികവുള്ള, അത്രമാത്രം ഉയരത്തിൽ നിൽക്കുന്ന പുരസ്കാരമാണ്. പക്ഷേ ആ പുരസ്കാരത്തിൽ രാഷ്ട്രീയം കലർത്തി ഈ പ്രകാശ് രാജിനെ പോലുള്ളവരുടെ ആ ഡയലോഗുകൾ മമ്മൂട്ടിയുടെ മഹത്വം കുറച്ച് കാണിക്കുന്നു. മമ്മൂട്ടി ഇടതുപക്ഷക്കാരനാണ്, കൈരളിയുടെ ചെയർമാനാണ്, അതുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനം ചെയർമാൻ അടക്കമുള്ളവർ നടത്തുമ്പോൾ അത് ഖേദകരമാണ്. മമ്മൂട്ടിയെ പരിഹസിക്കാനുള്ള, അപഹസിക്കാനുള്ള നീക്കമാണ്. അതിന് മൂർച്ച കൂട്ടുകയാണ് വേടന് കൊടുത്ത ഈ പുരസ്കാരം. ഈ തെറ്റ് മോദി ആവർത്തിക്കില്ല എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. 2024 പുരസ്കാരങ്ങൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരത്തിനുള്ള യോഗ്യത ഈ ഭ്രമയുഗം എന്ന സിനിമയിലൂടെ മമ്മൂട്ടി നേടി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദേശീയ ജൂറി മമ്മൂട്ടിയെ കൃത്യമായി പരിഗണിക്കുമെന്നും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് കിട്ടുമെന്നും അതോടുകൂടി മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടി അവഗണിച്ചു എന്ന് ഇവിടുത്തെ ഒരു കൂട്ടർ പറയുന്ന വൃത്തികെട്ട വ്യാഖ്യാനം അവസാനിക്കുമെന്നും കണക്കാക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച നടനായി മമ്മൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഇക്കൂട്ടർ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നതും വിലപിക്കുന്നതും കാണുമ്പോൾ ഇവരെ എങ്ങനെ പുച്ഛിക്കാതിരിക്കാൻ കഴിയും? സലിം കുമാർ എന്ന നടനോട് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം അഭിനയിക്കാൻ അറിയില്ലെങ്കിലും അവസരം കിട്ടിയ ഒരു നടനാണ് ചന്തു സലിം കുമാർ എന്ന സലിം കുമാറിന്റെ മകൻ. നമുക്ക് അദ്ദേഹത്തോട് സഹതാപവും സ്നേഹവും തോന്നിയത് അച്ഛൻ മരിച്ചപ്പോൾ അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയ യൂട്യൂബർമാർക്കെതിരെ പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ്. ഈ ചന്തു എന്ത് കണ്ടിട്ടാണ് ഈ പുരസ്കാരത്തിനെതിരെ രംഗത്ത് വന്നത് എന്ന് പിടികിട്ടുന്നേയില്ല. ചന്തു അഭിനയിച്ച മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടാതെ വന്നത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നിലപാട് നോക്കിയാണ് പുരസ്കാരം കൊടുക്കുന്നത് എന്നൊക്കെ പറയണമെങ്കിൽ എന്തുതരം ഉളുപ്പില്ലായ്മ ആ പയ്യനുണ്ടാവണം. അച്ഛൻ സലിം കുമാർ ഒരു നായക നടൻ അല്ലാതിരുന്നിട്ടുകൂടി ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് മറക്കരുത്. എന്നിട്ടും വിപണിയിൽ സൂപ്പർ ഹിറ്റ് ആയെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ലാത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരം കിട്ടാത്തതിന്റെ പേരിൽ പുരസ്കാരം ലഭിച്ച മമ്മൂട്ടിയെ പോലും അധിക്ഷേപിച്ചത് എന്തുകൊണ്ടാണെന്ന് പിടികിട്ടുന്നില്ല. ഇത്തരം വിവരം കിട്ടവരൊക്കെ ഏത് ഗ്രഹത്തിൽ ജനിച്ചു വളരുന്നവരാണ് എന്നത് പിടികിട്ടാത്ത കാര്യമായി മാറുന്നു. ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ക്യാമറയിൽ പകർത്തിയ ഷഹനാദ് ജലാൽ എന്ന മുസ്ലിം വിശ്വാസിക്കാണ് ഏറ്റവും മികച്ച ഛായാഗ്രഹന്റെ പുരസ്കാരം എന്നെങ്കിലും ഇവർ ഓർക്കേണ്ടതായിരുന്നു. അതും പോട്ടെ, കേരളത്തിലെ ഏറ്റവും മികച്ച സിനിമയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയായിരുന്നു. ഇതൊന്നും തിരിച്ചറിയാതെ ഇതിലും മതം കലർത്തുന്ന, രാഷ്ട്രീയം കലർത്തുന്ന ഇക്കൂട്ടരോട് എന്തു പറയാൻ? എന്തായാലും മമ്മൂട്ടി അർഹിച്ചത് ലഭിച്ചിരിക്കുന്നു. ഇത്രയേറെ അഭിനയ ചാതുരിയുള്ള മറ്റൊരു നടൻ നമുക്കില്ല എന്ന് തീർത്തു പറയാവുന്ന വിധത്തിൽ വലിയ അംഗീകാരമാണ് മഹാനടനായ മമ്മൂട്ടിക്ക് ലഭിച്ചത്. യാത്രയിലായതിനാൽ ഈ വിഷയം അവതരിപ്പിക്കാൻ അല്പം വൈകിയെങ്കിലും മമ്മൂക്ക എന്ന മഹാനടന് അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ.